ഉള്ളത് മുഗ്രാൽ ഫുട്ബോളിന്റെ രണ്ട് പ്രതിഭകളാണ്. ഒരാള് ദീർഘകാലം മുഗ്രാൽ സ്പോർട്സ് ക്ലബിന്റെ ക്യാപ്റ്റനായിരുന്നു, ലക്കി ക്യാപ്റ്റൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. മറ്റേയാള് എം അഷ്റഫ്, മറ്റേയാള് എം ഷാജഹാൻ. ഒരു വർഷം ക്യാപ്റ്റൻ ആയിട്ടുണ്ടായി. മുഗ്രാൽ സ്പോർട്സ് ക്ലബിൽ ഒരു വർഷം ക്യാപ്റ്റനായിരുന്നു. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റന് ആയിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു? ഏകദേശം ഒരു വർഷം തന്നെ. 3 വർഷം കളിച്ചു. ബാംഗ്ലൂർ ITI കളിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ ITI കളിച്ചിട്ടുണ്ട്. ഞാൻ മുഗ്രാലിന്റെ ഈ രണ്ടുപേരും ഒരുപാട് ടൂർണമെന്റിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് മുഗ്രാലിന് ഒരുപാട് ട്രോഫികൾ സമ്മാനിച്ച രണ്ട് വ്യക്തികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ കണ്ട ഏറ്റവും നല്ല മുഗ്രാൽ ഏറ്റവും നല്ല സെവൻസിൽ 2 പ്ലെയറാണ്. അപ്പോൾ അവരുടെ ആ ഫുട്ബോൾ കാലഘട്ടത്തിലെ ചില രസകരമായ അനുഭവങ്ങൾ ഇവിടെ നമുക്ക് പങ്കുവെക്കുകയാണ് അഷ്റഫും ഷാജഹാനും. അഷ്റഫേ, ഒന്ന് നിന്റെ ആ ക്യാപ്റ്റൻസിറ്റി കാലത്തും അതുപോലെ തന്നെ അല്ലാത്ത സമയത്തൊക്കെയുള്ള ചില അനുഭവങ്ങളൊന്ന് പറഞ്ഞു. ഞാൻ കളി നോക്കാൻ പോയത് അത് ഏത് 5 മിനിറ്റ് മുമ്പ് കളി തീരുന്നതിന് 5 മിനിറ്റ് നിന്ന് ഇറങ്ങിയത്. ബാബുരാജ് അല്ലേ? എന്റെ ഫസ്റ്റ് കളി ഞാൻ ഗ്രൗണ്ടിൽ വന്നിട്ട് 1 മാസമായത്രേ. ആസിഫിന്റെ കുത്തിരി മാസം എല്ലാവർക്കും രമന്നെ പബ്ലിക്കായിട്ട് പറയുന്നത് ചീത്ത ഇന്ന് ചക്കനാർക്കിനും അങ്ങനെ ഇങ്ങനെ മമ്മൂസ്ഥാനെ കുറെ വേണ്ട എന്തെല്ലാം പറഞ്ഞു. അത് ഞാൻ എന്റെ താല്പര്യത്തിൽ ഗോൾ മേടിച്ചു. 5 മിനിറ്റ് ലാസ്റ്റ് ടൈമിൽ ബാബുരാജ് ബാബുരാജ് അപ്പൊ ഇന്ത്യന്റെ കോടി ബാബുരാജ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. എല്ലാം പറഞ്ഞു അതേ ബാബുരാജിന് മംഗളത്തിന് വ്യത്യാസം ഞാൻ ഗോൾ ഫസ്റ്റ് ഞാനെടുത്തു. ആസിഫിന് പുറത്തെടുത്ത് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ ഒരു എന്തോ കളിക്കുന്നത് ഉമ്പുണ്ട്. ബാക്കിലാരി പിന്നെ ഡിലക്സ് ഉമ്പും സതീശൻ അങ്ങനത്തെ ലാസ്റ്റ് എന്റെ ഫസ്റ്റ് നമുക്കെല്ലാം ഫസ്റ്റ് പഠിക്കുന്നല്ലേ പിന്നെ കളിക്കുന്നുണ്ടോ 10 പഠിച്ചില്ലേ? ആ 10 പഠിച്ചുള്ള ഗമയൊന്നും ഇല്ല. അതിന്റെ അഹംഭാവം ഇല്ല. രണ്ടാള് ബാബുരാജിന് ഗോൾ അടിച്ച് കളി തീർന്നു. അമിച്ച ഗോളുണ്ട്. എല്ലാവരും 12 പൊടിച്ച് ഇതാക്കിട്ട് അതിന്റെ ചക്കൻ ഗോൾ അടിച്ചില്ലേ? അതിനെത്ര വെട്ടിട്ട് അമ്പസ്റ്റൊക്കെ ഭയങ്കരമായി അനക്കം ബീഫും പൊറോട്ടയും ഇതെല്ലാം മെയ്ത്തന്ന്. ഞാൻ മേൽപ്പുറം ആദ്യമായിട്ട് പോകാൻ മേൽപ്പുറം കാസർഗോഡ് അപ്പുറം പോകുന്ന ആദ്യമായിട്ട് മേൽപ്പുറം അങ്ങോട്ട് ചേർത്തല്ലേ താമസ കഴിഞ്ഞെത്താ തോന്നുന്നു. കഴിഞ്ഞ സെമി തന്നെ എന്നെ കൊണ്ടിരുന്നു. അതിന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോ എന്നെ ഇറക്കി ഒരു ഗോളേ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ടീം അന്ന് 2 ഗോൾ അടിച്ച് ഞാൻ ചേർത്ത് അന്തഞ്ഞു ചെറുതില്ലല്ലേ. അന്തഞ്ഞൊന്നും ഞാൻ ഒന്നെടുത്തു. വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കിട്ടി, ബെസ്റ്റ് പ്ലെയർ ആയിട്ട്. അതിപ്പോഴും ഞാൻ ഇന്നലെ ക്ലീൻ ആക്കുമ്പോൾ കിട്ടിയിരുന്നു, കാണിച്ചു കൊടുത്ത്. അത് നല്ല ഇതായിരുന്നു. നമുക്ക് അതിൽ ഞാൻ വിങ് ബാക്ക് കളിച്ചു, ബെസ്റ്റ് പ്ലെയർ കിട്ടി. നമ്മള് ടൂർണമെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തൊരു ഉത്സവം എല്ലാം നടക്കുമ്പോൾ കുറേ സൈന്യങ്ങൾ തയ്യാറെടുക്കും. നാട്ടുകാർ വന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ഡിസ്കഷനും അതെല്ലാം ഉണ്ടാവല്ലോ രാവിലെ മുതൽ തന്നെ. ലുക്കുമാനും അതിനത് അല്ല, അത് വേറെ നമുക്ക് അന്ന് ഇതില്ലല്ലോ. ജേഴ്സി എങ്ങനെങ്കിലും ആയിട്ട് ക്ലബ് ഉണ്ട്. അപ്പൊ ഞമ്മള് പറഞ്ഞ എല്ലാം ഒരുപോലെ യൂണിഫോം ആക്കാൻ വേണ്ടിട്ട് രസമല്ല. സോക്സ് എങ്ങനെയും കിട്ടല. എല്ലാരും പറഞ്ഞ് ബ്ലാക്ക്, എല്ലാരും ബ്ലാക്ക് ആക്കുന്നത്. ഓന് ലുക്മാനെല്ലാം ആയൊക്കെ പോയിട്ട് കുമ്പിളിൽ എങ്ങനെയെല്ലാം ആക്കി കൊടുക്കും. അപ്പൊ പിന്നെ അന്നത്തെ DC ഗ്രൂപ്പ് അല്ലേ, ഓന് DC ഗ്രൂപ്പിൽ ഇല്ലാത്താണ് സെറ്റ്. എങ്ങനെ ഓനെ എടുക്കും ഞമ്മ?
അങ്ങനെ അവസാനം കളി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നെ എന്നെ എന്റെ മയ്യത്തിനൊന്ന് ഇറക്കിയിട്ടാണ്. അന്നത്തെ അതെല്ലാം ഓർത്തിട്ട് ഇപ്പൊ വിഷമം തോന്നുന്നുണ്ടാ? അല്ല അത് വിഷമിക്കണമൊന്നും ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ നമ്മളെ ആ ടൈമിൽ അങ്ങനത്തെ ഒരു രസം അത്രയാണ്. പിന്നെന്തല്ല നമ്മൾ കളിച്ചിട്ട് ശരിക്കും നമ്മൾ കളിച്ചിട്ട് നമ്മൾ തോറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കൂലിയില്ല. ഇല്ലാന്ന് മാത്രമല്ല ഏതെങ്കിലും ടൂർണമെന്റ് ഈ മെഡാലിന്റെ താരങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ശരിക്കും ഒരു ഇന്നത്തെ സെലിബ്രിറ്റീസ് എല്ലാം ഇറങ്ങുമ്പോഴത്തെ ഓരോ താരങ്ങൾ പേരറിയുന്ന അതിനകത്ത് എന്നെ ട്രോഫിയിലുണ്ടല്ലോ മൊഗ്രാലിന്റെ കളിക്ക് മാത്രം ഗാലറി നിറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഞങ്ങളോട് പറഞ്ഞ് കമ്മിറ്റി പറഞ്ഞ് നിങ്ങൾ നിർബന്ധമായിട്ട് 2 പ്ലെയറിനെ പുറത്തു നോക്കണം, ഇല്ല നിങ്ങൾക്ക് ഇതാക്കിയാൽ ഗാലറി വെക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് പാലക്കാടിന് പ്ലെയറിന് കൊടുക്കും 2 പ്ലെയർ. ഓറ് വന്നിട്ട് എപ്പോ വിളിക്കുമ്പോഴേക്ക് എത്തുന്നില്ല, ഓറ് പാതിയിലുണ്ടാകും. അങ്ങനെ അവസാനം നമ്മൾ കളി ഓറ് പറഞ്ഞ് കളി തുടങ്ങി പോകുന്നത്. നമ്മൾ കളി തുടങ്ങിയിട്ട് നമ്മൾ ഒരു പകുതിയിൽ നിന്ന് എത്തി. നമ്മൾ ഹാഫ് ടൈം ആകുമ്പോൾ അടുത്ത കളി ഹാഫ് ടൈം ആകുമ്പോഴേക്ക് ഹാഫ് ടൈമിന് കുറച്ച് മുമ്പ് ഓരെത്തി നമ്മളെ കളിയാണ്. കളി വന്നിട്ട് ഒരു സർവ്വ തലർന്നില്ല ഓറ് ചെന്ന് ഞങ്ങളറിയാം ഞങ്ങളായിട്ട് നല്ല പ്ലെയർ ഓറ് ഇപ്പൊ ഓൾറെഡി ഉള്ള ഫീൽഡിൽ ഉണ്ടാണ്. ഞാൻ പറഞ്ഞു നമ്മൾ പുറത്ത് അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ട്രോഫിയിൽ ഓരോ ഇറക്കിയിരുന്നെങ്കിൽ നമ്മൾ തോറ്റു തുടങ്ങി. ഓറ് ഇറക്കീന് നമ്മൾ അതിൽ ജയിച്ച് മാത്രം അടുത്ത കളി മുതൽ നമ്മൾ പിന്നെ ഒരു 10 വർഷത്തേക്ക് നമ്മൾ കൂലി കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ ആ ഒരു പേടിയോ ആ ഒരു റെസ്പെക്ട് നമ്മ ഉണ്ടല്ലേ. ഡിസിപ്ലിൻ അത് മീറ്റിംഗ് എല്ലാം നമ്മൾ കണ്ടില്ല, ക്ലബിന്റെ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം ഭയങ്കര അത് മാത്രമല്ല നമ്മൾ ഒരു മാച്ചിൽ എന്നൊരു 10% ക്ലബിന് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ കിട്ടുന്നത്ര 10-25 ഉറുപ്പ കിട്ടും. നമുക്ക് നിങ്ങളോട് മുണ്ടാന്റെ പേടിയപ്പോ ആളർക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു സെവൻസിന് 5 പേര് 2 പേര് ഇല്ലെങ്കിൽ 11 2 പേരെ പുറത്തുനിന്ന് ഇറക്കിയെങ്കിൽ ഈ കോമ്പിനേഷൻ അത് കിട്ടുന്നില്ല. ഓർക്കുന്നതിൽ കുറച്ച് സെലിബ്രിറ്റി വലിയ അറിയപ്പെടുന്ന പ്ലെയർ ഇല്ലെങ്കിൽ ഈ ലോക്കൽ പ്ലെയർ വേണ്ട പുറത്തുനിന്ന് പറയാതെ പാലക്കാടിന്റെ ഇന്ന പ്ലെയർ കളിച്ചെന്നാലും പറയുമ്പോ ആ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൂർണമെന്റിന്റെ വിജയത്തിന് വേണ്ടി രജിസ്റ്റർ ആക്കി നമ്മൾ തന്നെ പ്ലെയർ ആക്കി. അല്ല ഞമ്മക്കൊരു പേരുണ്ടായിരുന്നു, നമ്മൾ തന്നെ പ്ലേയേഴ്സ് കളിക്കുന്നുള്ളത്. ഇതിന് നമ്മളെ ഉത്തരേന്ത്യൻ ട്രോഫിയിൽ തന്നെ മുഗൾ പുത്തൂരിന്റെ ഒരേ ആളിലുണ്ടായിരുന്നു. അതന്നെ ഷൗക്കത്ത് മാത്രം, ബാക്കി 6 പുറത്തുള്ള ആൾക്കാരുണ്ട്. ഇത് നമ്മൾ ജയിച്ചിട്ടൊന്നുമില്ല. അത് മുഗളിനെ ഇതുപോലെ പോയി. കുഞ്ഞിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കളി നോക്കാൻ വരുമ്പോ അയാൾ കളി നിർത്തുന്ന സമയമായിരുന്നു. അയാള് ഒരിക്കൽ ഇതുണ്ടല്ലോ ഈ മൊമ്പടൻസിന്റെ മുസ്തഫാൻ ഏതോ ടീമിലേക്ക് വരാൻ അങ്ങനെ പിച്ചാന്റെ ബുള്ളറ്റ് ഷോട്ട് എന്ന ഏറ്റവും വലിയ ഫേമസ് എല്ലാം അറിയപ്പെടുന്ന അയാളുടെ ബുള്ളറ്റ് ഷോട്ടാണ് പിച്ചാൻ വലിയ ഫേമസ് ആയത്. അന്ന് പിച്ച കൊണ്ടുപോയിട്ട് ഒന്ന് അടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മുസ്തഫ PC ആയിട്ട് പിടിച്ചിട്ട് പിച്ചാട് പറഞ്ഞു PC ഞാൻ മുസ്തഫ എന്ന് പറഞ്ഞു. രണ്ടാമത് ഇയാൾ ഒന്നുകൊണ്ട് അതും അയാൾ ചെയ്തു. അപ്പോൾ പിച്ചിക്ക് ആകെ ഒരു നിരാശ ലഭിച്ചു. എങ്ങനെ ഒരു ഗോൾ അടിച്ചേ തീരുമെന്നുള്ള ഒരു മട്ടത്തേക്ക് ഇയാൾ 2ാം സെന്ററിൽ കൊണ്ടിട്ട് വന്നു. ആ വെച്ചാൽ ആ ബുള്ളറ്റ് ഷോട്ട് ഇറക്കി ഇത് മുസ്തഫക്ക് പിടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ പീച്ച തിരിച്ചിട്ട് മുസ്തഫ അതാ ഞാൻ പറഞ്ഞത് ഏത് ടീമിനോടും ഒന്ന് ഏറ്റുമുട്ടാനുള്ള ഒരു കഴിവ് ഞങ്ങൾ സുഹൃത്തുക്കളുടെ കളി ഇപ്പൊ പറഞ്ഞില്ലേ, സുഹൃത്തുക്കളുടെ ഉപ്പളത്തിനോട് കളി ഒരു 10-50-60 ആളോ തന്നെയാണ് ബൈക്കിലും കാറും ബസ്സിലും ഇങ്ങനെ എല്ലാം ആയിട്ട്. ഞമ്മാകെ പോയിന പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള MLA ബസ് അല്ലേ ആകെ 11 ആള് പോയി. 11 MLA ബസ്സിൽ 12. ഞങ്ങ 2 കൊല്ലം തോറ്റ്. ഞാൻ കളി വിട്ട് തോറ്റതല്ലേ വിട്ട്. അയ്യോ ഒരു പൗള് തുടങ്ങി ജോന് തുടങ്ങി വെച്ച പൗള് വെക്കാൻ ഈ റഷീദില്ലേ തിരിച്ചടിക്കാൻ 11 ഭയങ്കര ഞമ്മ വിട്ട് കളി. നമ്മ പിന്നെ പൗള് തുടങ്ങി മാത്രല്ല ഈ പൗള് തുടങ്ങി യോൻ അങ്ങനെ തന്നെ റഷീദുണ്ട്. ഓൻ അതിന്റെ വലിയപ്പ തുടങ്ങാൻ വേണ്ടി കാത്തോണ്ടാണ് റഷീദില്ലേ ഈ മമ്മൂദിഞ്ഞി ഉണ്ടല്ലോ മറ്റേ മമ്മൂദിഞ്ഞി പറ ഉപ്പളത്തിന് മമ്മൂദില്ലേ മമ്മൂദി ത്രോ ഇടാൻ പോയിട്ടുണ്ടായി. ത്രോ ഇടാൻ പോകുമ്പോ ഇതിന്റെ ഇടയിൽ പോയിട്ട് ത്രോ ഇങ്ങനെ ഇടും മറ്റേ കാലിളക്കിട്ട് ത്രോ ഇടാൻ പോകുമ്പോ പുറത്തുനിന്ന് ഗ്രൗണ്ടിലെല്ലാം ഉണ്ടവന് ചൊടി നമുക്ക് തീർക്കണ്ടേ കളി സ്റ്റോപ്പായി. അത് സ്റ്റോപ്പായിട്ട് പിന്നെ നമ്മൾ ആരുണ്ട് നമുക്ക് വരുന്ന MLA ബസ് വരുന്ന ഇത് നമ്മൾ നേരാക്കാൻ ഓരോ 10 ഗ്രൗണ്ടിൽ. അതാണ് എനിക്ക് ചൊടി വന്നത്. ഓറ് ഫുൾ ഒരു സൈഡ് ഫുള്ള് ഓറ്. അപ്പൊ ഞാൻ പോയിട്ട് പബ്ലിക്കുള്ളത് ഓറ തന്നെ പബ്ലിക്കാണ് കളി നോക്കാൻ. വേറെ ആളും ശരിക്കും പറഞ്ഞെങ്കിൽ ചെടി കാണിച്ചു വന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു MLA ആളായിട്ട്
ഗോളിനെ ഓടിക്കും ഗോളി ബാക്കിയാക്കിട്ട് മൊഗ്രാലിന് സ്വന്തമായിട്ടൊരു MLA MP CM ഇതെല്ലാം ഉണ്ട് നമുക്ക്. അതിനൊരു കുറവൊന്നുമില്ല നമ്മളെ. ഞങ്ങക്ക് ഇങ്ങനെ എങ്ങനെയാണ് സൂണ്ടിക്കും അപ്പൊ ഏടെ കളിക്ക് പോന്നെ ഉം. ML ബസ് വണ്ടിയിലുണ്ട്. അപ്പൊ ഞങ്ങൾ അന്ത അതിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഞങ്ങൾ നവാസിന്റെ പരക്ക് പോകണം, നവാസിനെ വിളിക്കാൻ. നവാസിന്റെ പരക്ക് പോയിട്ടാകുമ്പോ നവാസിന് പോകണം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ലാൻഡ് ഫോണല്ലേ പപ്പ വിളിച്ചിട്ടല്ലേ പിന്നെ MLA അപ്പൊ MLA വന്നാന്ന് അയച്ചു നവാസ്. അങ്ങനെ അയച്ചു വണ്ടിയിലുണ്ട്. അപ്പൊ MP ഓന് വരുന്നുണ്ട് സ്കൂട്ടറിൽ വരുന്നുണ്ട്, അല്ല ബൈക്കിൽ വരുന്നുണ്ടോ ചെല്ലി. അപ്പൊ നവാസിന്റെ അവള് പിന്നെ അപ്പൊ മകനെ എത്ര നവാസൻ അപ്പൊ തന്നെ നവാസിന്റെ അവളെ വിളിച്ചിട്ട് എന്തിനാപ്പാ നവാസ് ചാക്ക് MLA ഉണ്ട് MP ഉണ്ട് എല്ലാവരും സ്വാധീനം ഭയങ്കര ഇത് MLA അബ്ബാസും MP എന്താഞ്ഞു ഭയങ്കര അവരെല്ലാം കളിക്കുന്ന ഇപ്പോഴും. ദക്ഷിണ കന്നഡ ഫുട്ബോൾ അസോസിയേഷന്റെ റഫറിയാണ് നവാസ് എന്ന്. നവാസ് ഇത് ഈടെ സുഹൃത്തുക്കളിൽ തന്നെ കളിച്ചിട്ട് നമ്മൾ ആസിഫിന് BK ആസിഫിന് റെഡ് കാണിച്ചു. അനിഫാക്ക് റെഡ് കാണിച്ചിട്ട് ഞാൻ അനിഫ കൊടുക്കാന്നല്ലേ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ആ ചൂടിന് ഓനെ പേടിപ്പിക്കാൻ വേണ്ടി ഒറ്റ വന്ന് കൊടുത്ത് അനിഫ വലിയ രസം തരാ കൊടുത്തിട്ട് നമ്മളേക്ക് എടുത്തിട്ട് ആദ്യം എടുത്തിട്ട് അതിനെ യെല്ലോ ആക്കി അവരടിയില്ലേ ആസിഫിനോട് പറഞ്ഞ ഞാൻ നീലേഷ് കളി സ്റ്റോപ്പായിട്ട് ഓനെ മഞ്ഞാണ് എല്ലോ കാണിച്ചിട്ട് ഓന് പറഞ്ഞ് ഞങ്ങൾ കളിക്കണമെങ്കിൽ ഓന് യെല്ലോ ആക്കണം. അപ്പൊ തന്നെ എടുത്ത് യെല്ലോ ആക്കിയാണ്. അല്ല പിന്നെ രസം നിങ്ങൾ കളിക്കുമ്പോ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേവി മറ്റേ ഇന്ത്യൻ നേവി പിന്നെ അതുപോലെ മലപ്പുറത്തെ ടീമില്ലേ സൂപ്പർ സ്റ്റുഡിയോ സൂപ്പർ സ്റ്റുഡിയോ പിന്നെ ഏജീസ് ഓഫീസ് അല്ല ഞാൻ പറഞ്ഞ എട്ട് നമുക്കില്ല എത്ര വലിയ വലിയ ടീമില്ലേ മൊഗ്രാലിനോട് ജയിക്കാൻ ആ സമയത്തില്ലേ നമ്മളൊരു റാങ്കിങ് എടുത്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ബഡ്സിന് 5 അല്ല റാങ്കിങ് എടുത്തിട്ട് നമ്മ ഫസ്റ്റ് 1 2 3 കേരളത്തിൽ ഉണ്ടാക്കുന്നത് മൊഗ്രാൽ ആ സമയത്ത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലം ഒരു 10 കൊല്ലം നമ്മൾ കളിച്ചിട്ടുണ്ടാവും സെയിം ടീം. 3-4 കൊല്ലം ഇൻഡിപെൻഡന്റ് ബഡ്സ് പിന്നെ ഇന്റർവ്യൂ ആക്കിയിട്ടല്ലേ പറഞ്ഞത്. മൊഗ്രാലിന് 15 മിനിറ്റ് പിടിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ജയിച്ചു. അപ്പൊ ഞങ്ങളുടെ മേൽപ്പുറം ഗോൾ അടിച്ചിട്ട് അതിൽ അതില് മാസ്റ്റർ ഒന്ന് KO ഒന്ന് ലാസ്റ്റ് ആസിഫിച്ച എന്റെ ഒരു ഗോൾ ഉണ്ടാവും, നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്തോളൂ. അടിക്കുന്ന മാത്രം. പിന്നെ ഒന്ന് ടൂർണമെന്റ് കോട്ട കുഞ്ഞിപ്പ ഒരു ഇന്റർനാഷണൽ ഗോളി സ്റ്റേറ്റ് ഗോളി വന്നു പ്രദീപ് ദൂരത്തുനിന്ന് ഷോട്ട് കുറേ ദൂരത്തുനിന്ന് ഷോട്ട് അടിച്ചു. ഇപ്പോഴത്തെ കളി പ്രശ്നമായി കളി സ്റ്റോപ്പായി. നമുക്ക് അത് കളിക്കണമൊന്നും ഉണ്ടായില്ല, ജയിക്കൂല. അത്ര നമുക്ക് കളിക്കാൻ പോകണ്ട എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. കാരണമാണ് ഭയങ്കര ഇത് അങ്ങനെ പീസ്റ്റാരോട് വന്നിട്ട് അത്ര വന്നിട്ട് പിന്നെ എന്താ ആസിഫ പോന്ന പീസ് ഇതാക്കി പോവാൻ പീസ് ആസി വന്നിട്ട് അത് അലി സമ്മതിക്കല. അലി അലി സമ്മതിക്കല. ഞമ്മ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും പറഞ്ഞില്ല അയാളോട് ശരിയാക്കാൻ എങ്ങനെയെങ്കിലും ഇല്ല സമ്മതിക്കാതെ നമ്പർ തിരിച്ചല്ലേ ഞങ്ങൾ വിളിച്ചോളാം. അയാളെ പോയിട്ട് കാണാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കുക ഇല്ല എങ്ങനെ ഞങ്ങൾക്കറിയോ അലിനെ പറ്റി സമ്മതിക്കാനാ. ലാസ്റ്റ് അത്ര പോയി അമ്മ അറിയിക്കാൻ എന്നിട്ട് പോയി ഈസ്റ്റാക്കുന്ന അല്ല അത് അരി ഈ എന്നിട്ട് അഷ്റഫിനെ ബയ്യെ കാണിച്ചു കൊടുത്തു. കുറേ കൊല്ലത്തിന് കാണിച്ചു കൊടുത്തേ അലിന്റെ വേറെ ഒന്നുണ്ടല്ലേ നവാസിനെ വിളിക്കാൻ വേണ്ടിട്ട് നവാസ് മാത്രം അലി എങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നവാസ് എങ്ങനെ ലാസ്റ്റ് ഓനെ കൂട്ടി കൊണ്ടുപോകല്ലേ ആടുന്ന്. അങ്ങനെ ആടെ എന്നിട്ട് അലി അതെ നവാസിനൊന്നും നമ്മൾ എന്നിട്ട് പോറടിച്ച നവാസ് വരുന്നത് ഒന്ന് ആടെ പോയിട്ട് കൂട്ടി കൊണ്ടു വിളിച്ചോണ്ടോ എന്തായിട്ട് അല്ല ഞങ്ങ രാഷ്ട്രീയപരമായിട്ട് അപ്പൊ ടീം നാഷണൽ ലീഗ് കഴിഞ്ഞു വഴികള് അതില് ഓഞ്ചില്ലേ നമ്മളെ ലുക്മാൻ ജില്ല
അതിനിപ്പോ അത് ഇലക്ഷൻ അപ്പൊ എന്നെ അത് പറഞ്ഞ അപ്പൊ അത് ഇലക്ഷൻ സമയത്തല്ലേ ഇപ്പൊ എന്ത്? അത് ഇപ്പൊ എന്താ അത് ഇലക്ഷൻ സമയത്ത് അഭിപ്രായ വ്യത്യാസം ഇലക്ഷൻ നിയമം തെറ്റിക്കാത്ത ഒരാളാണ്. ലുക്കു സിംഗ് എന്ന് പേരിട്ടിങ്ങല്ലേ, ലുക്കു സിംഗ് ലുക്കു സിംഗ്. അതേപോലെ നിനക്ക് ലക്കി ക്യാപ്റ്റൻ സൈത്താൻ ഏറ്റവും വലിയ തെറിയോന്റെ ലുക്മാൻ ഞമ്മ ജീപ്പിൽ നമുക്ക് ഒരു ജാഗ്യം ഉണ്ടാകുന്നില്ല. അങ്ങനെ ലുക്മാന് പുറത്ത് ഓന് ചൂട് ചൊടി വന്നു എനിക്ക്. ഓന് സൈത്താനെന്ന് വിളിച്ചു. അപ്പൊ ഞമ്മക്കറിയാം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. മാത്രം ഓന് ചൊടി തരുന്നു. ഓന് കൈ ഇട്ടിട്ടില്ല. ഒരിങ്ങനെ തിരിച്ചിന് ആലോചിച്ചോ. ഇങ്ങനെ തിരിച്ചാലും എന്റെ പൊട്ടി അല്ല നിന്റെ സ്റ്റിച്ചിട്ട കഥ എന്ന് പറഞ്ഞ ശ്രമ അതില്ലേ ചിലപ്പോ ഞമ്മ പുറത്താക്കിയിട്ടുണ്ടാവും. ഞങ്ങ ഇവിടെ അല്ലല്ല അതിന് മമ്മച്ചനെ തച്ചെന്നെല്ലാം പറയും. മമ്മച്ച മാത്രം എന്താക്കി എന്നൊന്നും തച്ചിട്ടില്ല. എന്നെ മുട്ടി തരിട്ട് അപ്പൊ എന്നെ വന്നിട്ട് മമ്മച്ച അങ്ങനെയാണ്. ഞമ്മ അതിനെല്ലോ അപ്പളേക്കപ്പ അത് ശരിയാവുമല്ലോ. ഞങ്ങൾ അഷ്റഫിലിരുന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആരിക്കാട് ഈ അമ്പലി അടുക്കാൻ. അപ്പോഴേക്ക് നമ്മൾ ആസിഫ് ജൂനിയർ ആസിഫ് ഇല്ലേ, ആസിഫായിട്ട് അല്ല നിങ്ങൾ അടുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് കേട്ടോ അഷ്റഫിനോട്. ഇത് സ്റ്റിച്ച് ബോൾഡറാ, നിങ്ങളെ അണ്ടറാമൊന്നും അല്ല, സ്റ്റിച്ച് ബോൾ കളിക്കാൻ പോകുന്നതല്ലേ. എന്താ അറിയോ, അത് ഷെരീഫ് എന്റെ ടീം ഭയങ്കര ക്രിക്കറ്റിനെ അപ്പൊ ഞങ്ങളെ കളിക്കുന്നുണ്ട്. അപ്പൊ മറ്റേ സ്റ്റിച്ച് ബോൾ തന്നെ സംഭവം ഹെൽമെറ്റെല്ലാം വെച്ചിട്ട് കളിക്കേണ്ടത്. അപ്പോൾ ഞാനോട് നീ പോയിട്ട് എന്നോട് ബൈക്ക് വന്നിട്ട് എന്നോട് ഷെരീഫ് നീ റഷീദിനെ വിളിച്ചോണ്ട് വാ, റഷീദ് നല്ല പ്ലെയർ അല്ലേ, റഷീദിനെ വിളിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് ഞാൻ ബൈക്കിൽ വന്ന് റഷീദിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ചെറിയ ആസി കാലത്തിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ട് ആസിഫ്. ആസിഫ് വേടെ പോന്ന് ചോദിച്ചു, ഞാനിങ്ങനെ കളിയുണ്ട ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. ഞാൻ വരുന്നല്ലേ, ഞാൻ നീ എന്ത് ഇത് അണ്ടർ എം എൽ സ്റ്റിച്ച് ബോർഡ് എന്നല്ലേ, സ്റ്റിച്ച് ബോർഡ് കളിക്കേണ്ടത്, നീ എന്ത് കളിക്കുന്നിട്ട് അവൻ അങ്ങനെ ആയിട്ട് പോയിട്ട് അവിടെ പോയി റഷീദിനെ കൊണ്ട് കളിച്ച് ഞാൻ ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടാണ്, സ്പിൻ ബോളല്ലേ, അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു ബോൾ കാലിൽ പൊട്ടി കിട്ടാൻ വേണ്ടി ഇത് പൊട്ടി ഇത്ര പൊട്ടിയിട്ട് 5 സ്റ്റിച്ച്. അപ്പൊ ഞാൻ ശരിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2-3 സ്റ്റിച്ച് ഇട്ടിട്ട് യോർക്കാരിന്റെ ഇതറിഞ്ഞില്ല കാതിന്റെ ഇവിടെ ഇരുന്നിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ വരുമല്ലോ, കളിയൊക്കെ വരും, കളിക്കാനില്ല ഞാൻ വൈകുന്നേരം വരും അവിടെ തന്നെ ഇരുന്ന് വന്നിട്ട് ഞാനും ഉണ്ടാകും. എനിക്ക് അവനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക് പോകാൻ കഷ്ടപ്പെടാൻ സ്റ്റിച്ച് ഇടാൻ പോയതാവാൻ സ്റ്റിച്ച് വെള്ളം കളിക്കാൻ പോയതല്ലേ. ആസിഫിനില്ലേ ജൂനിയർ ആസിഫിന് ഓൻ കൊറേ ഇതുണ്ട്. പിന്നെ പണ്ടത്തെ ഏത് കളി ഓർമ്മ ഓർമ്മ തിരുപ്പിന് മറഡോണ ടച്ചായി കൊടുത്തത് ആസിഫല്ലേ. അതെ. ജീവിതത്തിൽ നിങ്ങളെ ഫുട്ബോൾ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസം ഏതായിരുന്നു? രണ്ടാമത്തെ മറന്നില്ലെന്ന് അറിഞ്ഞാറില്ല. എനിക്ക് ഓർമ്മിപ്പിക്കട്ടല്ലേ, രാജുവിന്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം പോയി കളിച്ചില്ലേ അല്ലേ? അതാണ് അതല്ല എനിക്ക് ഞാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മ മറക്കാൻ പറ്റാത്തത് എൻ്റെ ബാംഗ്ലൂരിലൊരു ഞാനൊരു 2-3 കൊല്ലം ഞാൻ ITI കളിച്ചു. എനിക്ക് ചാൻസ് തന്നില്ല 11th എന്നിട്ട് പ്ലേയേഴ്സ് അല്ലോ അല്ല ഇന്ത്യൻ ടീമിനോ സ്റ്റേറ്റിന് കളിക്കുന്ന എനിക്ക് ചാൻസ് കിട്ടുന്നില്ല 11th. അങ്ങനെ 3ാമത്തെ കൊല്ലം ഞാൻ ഇവിടെ പോയി ടെലികോം ഇപ്പോഴത്തെ BSNL. അങ്ങനെ അതിലൊരു ഭയങ്കര ചാൻസ് കിട്ടും. കളി അങ്ങനെ 10-25 കളി എന്തോ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല അത്രയുണ്ട്. ഓമൻ നബി കളി ലീഗ് ഓരോട് കളിക്കുമ്പോഴേക്ക് ഭയങ്കര ഒരു ചാൻസ് കിട്ടി. ഇപ്പോൾ ഗോൾ അടിക്കാൻ ബാലാജി ഗോൾ കീപ്പർ, അത് അന്നത്തെ ഇന്ത്യൻ്റെ ഗോൾ കീപ്പർ, ഓനെ ഡ്രിബിൾ ചെയ്തിട്ട് ഗോൾ അടിച്ചു. അതാണ് എൻ്റെ അതോടുകൂടിയിട്ട് ഉണ്ടാക്കിയെന്ന് ഒരു പ്രൊഫഷണൽ ഇതല്ലേ എന്ത് സെൻട്രൽ ഗവൺമെൻറ് ഇത് ചാമ്പ്യൻഷിപ്പ് പോയി 80 ചാമ്പ്യൻഷിപ്പ് പോയിട്ടാകുമ്പോൾ ടീമിനെ വിളിച്ചു. അതല്ല മറക്കാൻ പറ്റാതെ ഞാൻ ഗോൾ അടിച്ചത്. അല്ല നിന്നെ ഒരു ഒഴിവാക്കി അല്ലേ, ഒഴിവാക്കിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രതികാരം ചെയ്യാൻ പറ്റും. പിറ്റത്തെ കൊല്ലം വേറൊരു ടീം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. 4 കൊല്ലം കളിച്ചു. 3 കൊല്ലം ITIക്ക്, 1 കൊല്ലം ടെലികോം. ആ ടീമിന്റെ ആ സമയത്ത് ആ ടീമിന്റെ കളിക്കുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ എല്ലാ കളിക്കും. ലക്കി ക്യാപ്റ്റൻ എന്നുള്ള പേര് വരാൻ കാരണം എന്ത്? ആ പേര് നിങ്ങൾ ഇടാൻ കാരണം എന്ത്? അല്ല അന്ന് ആ സീസണിലാണ് എനിക്ക് തോന്നുന്നു എത്ര 10-13 എത്ര എടുത്തത് ഒരു സീസൺ. അതെന്തല്ല എന്തായാലും കുറക്കാൻ പറ്റും. 15 എന്തെങ്കിലും കുറക്കാൻ പറ്റുമോ? അല്ല എന്ത് വെച്ചാല് നമ്മളിപ്പോ ഒരു ടീം എടുക്കാൻ വരുമല്ല, അപ്പൊ നമ്മളെന്താക്കുന്നത് ബാക്കി ഉണ്ടല്ലോ ഫിക്സർ ബാക്കി എല്ലാ ടീമിനും ഇന്ന ഡേറ്റിലൊന്നും കൊടുക്കണ്ടെന്ന് പറയും. അങ്ങനത്തെ ഒരു നമ്മൾ 10 കൊല്ലം കളിച്ചിട്ടുണ്ടെങ്കിലും 3 കൊല്ലമില്ലേ 3 കൊല്ലം ഞമ്മ അങ്ങനെ തന്നെ തോക്കുന്നതല്ലെങ്കിൽ ഭയങ്കര റയറായി. അത് ഓന്റെ ക്യാപ്റ്റൻ ഇത് എനിക്ക് തോന്നുന്നു ആ 15-ഓളം കപ്പ് ഫൈനൽ ജയിച്ചു. ലക്കി ഞങ്ങൾ കളിക്കുമ്പോഴേ ലാസ്റ്റ് ദിവസമല്ലേ പ്രൂഫിന് എടുത്ത് കളിക്കുന്നത്. എന്താ വെച്ചാല്
ഡെയിലി കളിയല്ലേ നമുക്ക് പ്രാക്ടീസ് ഇതില്ല ഫുള്ളി എല്ലാവരും 35 ഗോൾ ആ സീസണിൽ. ആ season. 36. പിന്നെ സാഹചര്യം നമുക്ക് ഈ പെരുന്നാൾ ദിവസം ഒരു 9 പാടും 8 പാടും 9, 10 അത് 4 മണിയാകുമ്പോൾ കാണാനും ആൾക്കാർ അത് കളിയായിരുന്നു. ഭയങ്കര ആൾക്കാർ. ഇതിലെ മുഗൾ നമുക്ക് എപ്പോഴും ഉണ്ട് നമ്മൾ കാണിയും എങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന വരെ മുഗളെ സംബന്ധിച്ച് കാണിയുള്ളൂ എനിക്ക് ചവിട്ടിലാണ് അടിച്ച എത്ര വയസ്സാ സമയത്ത് അയാളെ അടുത്തല്ല ഈ മുഗളാലെ കളിയുള്ള സ്ഥലത്തേക്ക് ആവുന്നുണ്ട് എല്ലാം ഭയങ്കര പിന്നെ മായിച്ചാലേ നമുക്ക് മറക്കാൻ പറ്റില്ല. മായിച്ചാൽ ദിവസം ലേഖനവും ഞാൻ റഫറിയുള്ള സമയത്ത് എന്നെ കൊണ്ട് ആദ്യം വായിപ്പിക്കും. റിപ്പോർട്ട് വായിപ്പിച്ചിട്ട് റിപ്പോർട്ട് വായിക്കുമ്പോൾ വായിച്ച് എല്ലാവരും ചുറ്റും നിർത്തിയിട്ട് വായിച്ചിട്ടായിട്ടാണ് കളി തുടങ്ങുന്നത്. പിന്നെ വായിച്ച ഒരു ഗോൾ അടിച്ച ഒരു രംഗമുണ്ട്. അന്ന് പിന്നെ പിറ്റേ ദിവസം 3 മണിക്ക് തന്നെ വായിച്ചു വന്നത്. പിന്നെ എണ്ണ ഇട്ട യന്ത്രം പോലെ അങ്ങനെ തിരിഞ്ഞിട്ട് പക്ഷെ നല്ല ഹെഡ് നല്ല ചെയ്യുന്നുണ്ടായിരുന്നു. അതിലല്ലേ ഒരു കോർണർ കിക്കിൽ വായിച്ച പോയിട്ട് എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ആ ഗോൾ ആയതിനു ശേഷം വായിച്ചാൽ ഒരു ഒരു തിരിച്ചലുണ്ടായി. നീ കണ്ടിട്ടില്ല? അത് പിറ്റേ ദിവസം ഭയങ്കര ഇത്രക്കുള്ള ലേഖൻ വായിച്ചാൽ വലിയ ശത്രു ആയിരിക്കും. 2 ടീം എന്നാണെങ്കിലും വായിച്ചാന്റെ ടീമിനെതിരെ ഉത്തരവിടും. എല്ലാവർക്കും ഓരോ ടീം ഓരോ പ്ലെയറിന്റെ പേരിട്ട് എന്താ വെച്ചാ ആസിഫിന് എന്നിട്ട് ആസിഫിന് ഗോൾ അടിയെടുത്തു. പിന്നെ നമ്മളെ കാലത്തിന് മോർണിംഗ് സ്റ്റാറിലൂടെ കടന്നു വന്ന സൂപ്പർ സ്റ്റാർ പിന്നെ ദ്രോണാചാര്യന് ഉത്തരവ്. ഞാൻ ഈ ശീതിക്കുഞ്ഞ് ഉമ്പുന്റെ ആ ഒരു ഇല്ലേ മുമ്പോട്ട് തൂക്കിയിടുന്നല്ലേ? നോക്കി ഞാൻ തോന്നില്ല ഇത് കിക്ക് കിട്ടുന്ന ഫ്രീ കിക്ക് കിട്ടുന്ന അപ്പൊ അല്ല എനിക്ക് തോന്നിയിരിക്കാം ഗോൾ അടിച്ചില്ലേ മുമ്പ് വന്ന എനിക്ക് തോന്നില്ല അടിക്കാനാകിട്ട് എടുത്ത് തന്നെ മുമ്പ് എനിക്ക് മനസ്സിലാക്കി ഈ കമ്പ്യൂട്ടറിലും വരുമ്പോ തന്നെയല്ലേ ആ ഇത്ര അടിക്കുന്നില്ലേ ഞമ്മന്നിരിക്കുന്ന ഒരു ഫ്ലൂക്ക് ഒരു ഇതല്ല പ്രാവശ്യം അങ്ങനെ ഇത് ചെയ്യുന്നുണ്ടാവും പ്രാക്ടീസ്. അതല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലല്ലേ മുമ്പ് എത്രയോ പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ പറ്റില്ല. ആ പ്രാക്ടീസിലാണ് നിങ്ങൾ അളന്നിട്ട് തൂക്കണം ഒറ്റ ഒരു ഷോട്ടിൽ കഴിയാലോ. കറക്റ്റ് ഒരു സൈഡിലും ഒരു സൈഡ് മുമ്പ് നിന്നെങ്കിലേ ഞങ്ങൾക്ക് ഔട്ടാക്കായിരുന്നില്ല. ഞങ്ങൾക്ക് ബോൾ പറക്കി പറക്കിട്ട് 6 ബാക്കിലേക്ക്. അതുപോലെ തന്നെ ആരിഫും ബുനാനിയും ആരിപ്പോ അങ്ങനെ അല്ല ആരിഫിന്റെ പ്രത്യേകത ആരിഫ് ഇവിടെ മാച്ചിനില്ല പുറത്തത്തെ ടീം വരുമ്പോ എന്തോ വരുന്നുണ്ട് കാര്യമായിട്ട്. ആരിഫ് ഉണ്ട് ഓർക്ക് ആ പുറത്തത്തെ ടീം ഏറ്റവും ഒരു ധൈര്യം. ധൈര്യമല്ല ഓർക്ക് പേടിയല്ല ഓർക്ക് എന്താ വെച്ചെങ്കിൽ ഏറ്റവും ആവേശം ഉണ്ടാകുന്ന ഒരു വരുമ്പോ ആരിഫ് ബോളിംഗ് ആക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സിക്സർ. ഇത് കേട്ടാ പിന്നെ ഒരു ധൈര്യം. അരിപ്പിന്റെ ഇച്ഛ എന്താ ചെയ്യില്ല സൂപ്പർ ബാക്ക് അപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലേ നിങ്ങൾ കുറെ ചെറുപ്പ് എങ്ങനെ കുറെ ആശ്രമിന് കുറെ വയസ്സുകൾ കൂടി എന്നല്ല പറയുന്നത്. ആസ്കോ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായി രണ്ടാളും. ഇത് മുഹമ്മദ് ഷാക്കിയാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഒരു ഷോപ്പ് കൊടുക്കാൻ അഷ്റഫ് ഷാജാൻ കമ്പനി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ഇട്ടുണ്ട് എന്ത് പേരിടും. അപ്പൊ മമ്മസ് ആണെന്നല്ലോ ആസ്കോറ നെല്ലിട്ട് വന്ന് അപ്പുറത്തെ നമ്മൾ അപ്പുറത്തെ ഇപ്പുറത്തെ റോഡിനായിരുന്നല്ലോ ആടെ ഉണ്ടല്ലോ മമ്മസ്റ്റാന്റെ ഷോപ്പില് നമ്മളിപ്പുറത്തെ ഇതിലുണ്ട് ആസ്കോ. ഞങ്ങൾ നല്ല പേരുമാണ്. കുഞ്ഞിപ്പോ നല്ല ബോളിയായിരുന്നു. ഒരു പ്രത്യേക ഉച്ചം കിട്ടാത്ത ഒരു ഇങ്ങനെ ഓടിച്ചെത്താനാണ് സ്പീഡും ഉണ്ട്. അത് മാത്രം കോർണറിൽ പോയിട്ട് ആ കോർണറിനല്ലേ 0 ആംഗിളിലേക്ക് അടി ഒരടി ആ അടി ഒരു ഗോൾ കഴിഞ്ഞിട്ടേ ഈ ബോൾ കിട്ടി പിന്നെ പോക്കില്ല പറ്റും. 6 മണിയാകുമ്പോ പള്ളിക്ക് എത്തണം. അതെ പള്ളിക്ക് എത്തണം. ഇല്ലാളെ പോയിട്ടിടും. അപ്പൊ ഞാൻ തിന്നത് തന്നെ ഉച്ചക്ക് തിന്നിട്ടുണ്ടാവില്ല. വൈകുന്നേരം മൂവാർച്ച ചൂട് ഇങ്ങനെ പോയിട്ട് നോക്കും. മൂവാർച്ചന്റെ ഒരു 18 നമ്പർ ഉണ്ട്. അതേ നമ്പർ ഞാൻ ഇട്ടിട്ട് അങ്ങനത്തെ നമ്പർ കരിയിൽ എഴുതിയിട്ട് ഇടക്കപ്പുറത്ത് ഫുഡൊക്കെ കളിച്ചോണ്ടേ കുറച്ച് ഭയങ്കര വേനായി. ഭയങ്കര പ്ലെയർ. അപ്പൊ നിന്റെ ഫേവറേറ്റ് പ്ലെയർ മുബാറക് ഷാ. നിന്റെ മുഗ്രാലിലെ ഫേവറേറ്റ് പ്ലെയർ? മുഗ്രാലിലെ ഫേവറേറ്റ് പ്ലെയർ ആസിഫ്. എന്താ വെച്ചാല് ആസിഫ് ഞാൻ പറയുന്നത് അത് ഒരു ഗോൾ അടിക്കാണ്ട് ഒരു കഴിവൊന്നുമില്ല വേറെ. അത് നമ്മൾ വിചാരിക്കുന്നത് ഓനും അടിക്കും ആസിഫ് അടിക്കും അതേ ഷോട്ട് ഞാനും അടിക്കും. മാത്രമല്ല നമ്മളൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു ഇതുണ്ടാവും മുന്നടിക്കുന്ന എന്തെങ്കിലും ഇല്ല അതിന് ഇതാക്കി അന്നെങ്കിലേ അത് ഗോളാവും. നമ്മൾ ചിലപ്പോൾ വലിയ വേൾഡ് കപ്പിലെല്ലാം കാണുന്നത് എന്ത് ചിലപ്പോൾ ഒരു ലൂസ് ഗോളായിരിക്കും പോകുന്നത്. മാത്രം അത് ഓരോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അടിക്കുന്നതാണ്. ട്രോഫിയില് മുബാറക്കിനെ പറഞ്ഞിട്ട് ഒരു നീന്തിട്ട് പോകുമ്പോൾ പോയിട്ട് അതിന് അനുകൂലമായിട്ട് കിക്ക് കിട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. അപ്പൊ തന്നെ പോയിട്ട് അതിന് പകരം അതിനൊക്കെ അപ്പുറത്തെ ഒരു
ഒരു ബെക്കിൽ വെച്ചിട്ട് മോരക്കാർ എല്ലാവരും ഏ? തന്നെ അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് ആകുന്നതിന് മുന്നേ അതിന് പകരം പിടിച്ച് ആയിനാണ്. ഇപ്പൊ ഇല്ലേ ഞാൻ പോയില്ലേ ബാക്കലത്തെ കളിയില്ലേ, ബാക്കലത്തെ കളിയിൽ ഞങ്ങൾ പഠനോട് എന്തോ കളി എന്റെ അടുത്ത് വന്നിട്ട് ഫോൺ വിളിച്ചു. ഞാൻ അങ്ങനെ ഇത് ഇതായിട്ട് ഒറ്റ പോലെ വീണു പോട്ട് എൻ്റെ വീടെല്ലാം പോയിട്ട് എന്തായാലും ആസിഫ് എടുത്തത് എന്തായിട്ട് ഇല്ല ആര് വെച്ചായിട്ട് ഞാനിതാ ഒന്ന് വെച്ചിട്ട് എങ്ങനെ ആസിഫ് എന്നെ പോയിട്ട് മെല്ലെ നടന്നിട്ട് സ്ലോ മോഷനിൽ ആസിഫ് പോയിട്ടില്ലേ അറ്റ ഒന്നിട്ട് കളിയില്ലേ നോക്കുന്നേ സ്ലോ മോഷനില്ലേ ഓനെല്ലാം അടിച്ച ആസിഫ് ഒറ്റടി ആൾക്കാർ കളി സ്റ്റോപ്പ് ആയിട്ടില്ല, കളി സ്റ്റോപ്പ് ആയിട്ടാ അതിൽ ഓന ഉന്തിട്ടുണ്ടല്ല ആരും ഉന്തിട്ട് അപ്പൊ മനസ്സിലായിട്ടില്ല ഞാൻ ആരും ഉന്തിട്ട് ഞാൻ കാണിച്ചു അപ്പൊ മെല്ലെ ഒരു പോയിട്ട് പോയിട്ട് വന്നിട്ട് അത് ലെഫ്റ്റിൽ ഫുള്ള് പറഞ്ഞെങ്കിലും നമുക്ക് PCK മൊഗ്രാലിനെ കുറിച്ച് പറയാതെ നമുക്ക് മൊഗ്രാൽ സ്പോർട്സ് ക്ലബിന്റെ ചരിത്രത്തിനെ മായി മാഷ് പീച്ചാനെ കുറിച്ചിട്ട് കുറേ കൊല്ലക്കാലം പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നത്. ഞാനും വൈസ് പ്രസിഡന്റ് പിന്നെ ആയിട്ടുണ്ടായിരുന്നു മൊഗ്രാലിൽ ഏതെല്ലാ ഫുട്ബോൾ ടൂർണമെന്റിനും ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റിയിലെ കൺവീനർ ഞങ്ങൾ രണ്ടാളാണ്, ഞാനും PCKയും. PCM കുഞ്ഞ് ചെയർമാൻ, ഡോക്ടർ വൈസ് ചെയർമാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പിന്നെ മെമ്പർ വാർഡ് ആരെങ്കിലും ഒരാൾ ട്രഷററായിട്ടുള്ള ഒരു കമ്മിറ്റി. ഭയങ്കര രസമാണ്. നമ്മൾ ഓരോ ദിവസവും പിന്നെ കളി കഴിഞ്ഞ ദിവസം മദ്രാസ് സ്പോർട്സ് ക്ലബ്ബ് പഴയ ബിൽഡിംഗ് അറിയുമല്ലോ, അവിടെ പിന്നെ റിസീവർ മറ്റേ പോക്കറിന്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ട് ആ ദിവസത്തെ കളീൻ്റെ ചർച്ച ചെയ്യലും പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്തലും പൈസ കൊടുക്കലും അതും ഇതും. പിന്നെ ജനറൽ ബോഡി വിളിക്കലും. ജനറൽ ബോഡി വിളിച്ചിട്ടാകുമ്പോൾ എപ്പോൾ നോക്കുമ്പോൾ ഇസ്റ്റാക്ക് 2000 രൂപ കൊടുക്കാനുണ്ട്. അത് അങ്ങനെ അടുത്ത കാര്യം വീണ്ടും കമ്മിറ്റി. പിന്നെ എല്ലാ സാധാരണ എല്ലാതും മിക്കവാറും ഞങ്ങൾ മഗ്‌രിബിന് ശേഷം ഞാൻ CMMC ഉണ്ടാവും, പിന്നെ അവിടെ കുഞ്ഞവസ്ഥ MC കുഞ്ഞവസ്ഥ ഉണ്ടാവും, മുബാറക്ക് ഉണ്ടാവും, ചിലപ്പോൾ TCS പലം വരും അവിടെ ഇരുന്ന്. പിന്നെ പീച്ചാൻ്റെ സോജിയും ചായയും എല്ലാം കുടിച്ചിട്ട് അത് ഒരു 9 മണി വരെ ഇരിക്കും. പിന്നെ മീറ്റിങ്ങിന് പീച്ചാൻ്റെ പ്രത്യേക ബീഫും പൊറോട്ടയും ഓരോ ദിവസവും ഒരു വെറൈറ്റി അതൊരു ഒരിക്കലും മറക്കാൻ പറ്റില്ല. പീച്ചാൻ്റെ സിറ്റ് ഔട്ട് പീച്ചാന്റെ കുത്തിരിപ്പിന്റെ ഇത് പറയാതെ മൊഗ്രാൽ ഫുട്ബോളിന്റെ ചരിത്രം എഴുതാൻ പറ്റില്ല. എന്നെ ഗ്രൗണ്ടിൽ കൊടുന്ന കുത്തിരിപ്പിന് ഏടോ കണ്ടത്തിന്റെ ഏടോ കളിച്ചോണ്ട് അന്ന് കമ്മിറ്റി നല്ല സ്ട്രോങ് ആയിരുന്നു. മീറ്റിംഗ് അതാണ് നമ്മളെ അതിലെ പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ടാകുമ്പോഴേക്കാണ് പുറത്താക്കി. നമുക്കൊരു അപ്പൊ അതില് നമുക്കെല്ലാം ഒരു തോന്നല് എങ്ങനെ പുറത്താക്കൂല, നമ്മൾ അത്രക്കും കളിക്കുന്ന ടീം. അതും ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫുൾ സെറ്റ് എല്ലാം ജയിക്കുന്ന ടീം നമ്മ എന്നിട്ട് പോലും നോക്കിയിട്ടില്ല. ഈ കമ്മിറ്റിനെ കളിക്കാനല്ല ഈ കമ്മിറ്റിക്കാർക്ക് വ്യക്തി താല്പര്യമില്ല. അഷ്റഫ് എന്റെ സുഹൃത്ത്, എന്റെ അടുത്ത ആള്, അല്ലെങ്കിൽ ഖാലിദ് എന്റെ മരിയോൻ. തെറ്റ് ചെയ്ത കാലിന്റെ ഔട്ടന്നെ എന്നിട്ട് PC ആസിഫിനെ വരെ പുറത്താക്കി. നിയമം എല്ലാവരും ഈ കമ്മിറ്റിന് ഒരു റെസ്പെക്ട് ഇങ്ങോട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ ആയിക്കൊണ്ടായിരുന്നു. കൊല്ലം ജനറൽ ബോഡി വിളിക്കും, കണക്ക് അവതരിപ്പിക്കും, റിപ്പോർട്ട് ആക്കും, എല്ലാ സിസ്റ്റമായിട്ട് ഒരു സാധാരണ മീറ്റിംഗ് തന്നെ നടക്കുമ്പോ ഇല്ലേ ഒരു ഡിസ്കഷനും ഇതെല്ലാം ഉണ്ടല്ലോ. ചിലപ്പോൾ പീച്ചാന്റെ പക്ഷവും ഞാനും ആരിഫല്ല പ്രതീക്ഷവും പോലെ അന്ന് ഇതിന് കുറെ ചോദ്യങ്ങളും അത് ഇതും അതിനുള്ള കറക്റ്റായ ഉത്തരങ്ങൾ. പിന്നെ അത് പീച്ചാൻ്റെ ഏറ്റവും പ്രത്യേകത ഒരുപാട് താരങ്ങൾ പീച്ച പ്രോത്സാഹിപ്പിച്ചു. ഒരുപാട് എത്ര അല്ലേ ഇപ്പൊ ഖാലിദിന്റെ കാര്യം നേരത്തെ സന്തോഷ് ട്രോഫിക്ക് അയച്ചത്. എത്ര പ്രാവശ്യം ഫോട്ടോ എല്ലാം വാങ്ങിയിട്ട് അതിനെ ഒട്ടിച്ച് ഇപ്പൊ എളുപ്പമല്ലേ, എന്താ വെച്ചാൽ ഫോൺ ഉണ്ടല്ലോ, മൊബൈലുണ്ട്. പണ്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് ബീച്ചിന്റെ ഒരു കുറെ ഫയറുണ്ട്, ക്ലബിന്റെ തന്നെ ഫയർ പോരന്റെ ഒരു ഭാഗത്തുള്ള സിറ്റ് ഔട്ട് ഓഫീസല്ലേ പേപ്പർ കട്ടിങ്ങും അതെല്ലാം വെച്ചിട്ടുണ്ടാവും. പീച്ചാക്ക് എന്തൊരു ആക്സിഡന്റ് ആയിട്ടാകുമ്പോ കാണാൻ പോയ അതൊന്നും പീച്ചാക്ക് ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ആയി. സ്കൂട്ടർ ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ മൊഗ്രാൽ സ്കൂളിലുള്ളത്. ഇപ്പൊ എനിക്കൊരു ഫോൺ വന്നു. അപ്പൊ ഈ ലാൻഡ് ഇതിന്റെ ഫോൺ ഇത് മറ്റേ മൊബൈൽ ഒന്നുമില്ല, സ്കൂൾ ഓഫീസിലേക്കുള്ള ഒരു അർജന്റ് ഒരു ഫോൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ട് അപ്പോൾ ആരും എനിക്ക് ഓർമ്മയില്ല. പീച്ച ആക്സിഡന്റ് ആയിരുന്നു കാസർഗോഡ് ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 3 മണി സമയമാവും. അപ്പം ഞാൻ 4-4:30 സ്കൂൾ വിടുന്നത്. സ്കൂൾ വിടാത്ത ഞാൻ എന്ത് ചെയ്തു, ആടെ തന്നെ ലാൻഡ് ഫോൺ തന്നെ ഇവനെ വിളിച്ച് പറഞ്ഞു, കാസർഗോഡ് അവിടെ അല്ലേ കാസർഗോഡുള്ളത് ബീച്ചാക്കി ആക്സിഡന്റ് ആയി, നീ ഒന്ന് ഇന്ന ഹോസ്പിറ്റലിൽ നീ പോയിരുന്നു. ഞാൻ സ്കൂൾ വിട്ടതിന് ശേഷം വരാമെന്ന്. അങ്ങനെ ഞാൻ 4:30 സ്കൂൾ വിട്ട ഉടനെ ബസ്സിൽ കയറിയിട്ട് പോയിട്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ബിച്ച് ഇങ്ങനെ ചാർന്നിട്ടുണ്ട്. ബിച്ച് എന്തായത് ഇങ്ങനെ ഞാൻ ഇപ്പം അറിഞ്ഞത് അറിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്.
വിസ്റ്റ് ഫുള്ളായിട്ട് ഞാനും ഇപ്പൊ തന്നെ അറിഞ്ഞത് ഞാനിപ്പോ അറിഞ്ഞത് അപ്പൊ ബോധം വന്നു അപ്പൊ എന്താ വെച്ചാ, അല്ല എനിക്ക് ഇപ്പൊ ബോധം വന്നത്. ഇങ്ങനെ രണ്ടാളുണ്ട് ലാസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വിശ്ച എന്നിട്ട് ഇവരിങ്ങനെ പറയുമ്പോ ഇനി ആക്സിഡന്റ് ആയി ഫസ്റ്റ് ഓക്കെ ആരിഫ് യെസ് നമുക്ക് പിരിയാം പിന്നെ അത് പിന്നെ അതൊരു ഒഴിവാക്കേണ്ട കോപ്പാ